സംസ്ഥാന മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ ചുമതലയേറ്റു. ജില്ലയിൽ നിന്നുള്ള 3 പേർ ഉൾപ്പെടുന്ന 20-അംഗ മന്ത്രിസഭയും അധികാരമേറ്റു. തിരുവനന്തപുരത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോതമംഗലത്തു നിന്നുള്ള നേതാക്കളും പങ്കെടുത്തു. പ്രഥമ മന്ത്രിസഭാ യോഗം വിവിധ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ നടത്തി കയ്യടിയും നേടിയിട്ടുണ്ട്. 21-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ എം.എൽ.എമാരുടെ സത്യപ്രതിജ്ഞയും നടക്കും. കോൺഗ്രസ് നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ രാജേന്ദ്ര അർലേക്കറാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. മുഖ്യമന്ത്രിക്ക് ശേഷം മറ്റ് 20 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. എറണാകുളം ജില്ലയിൽ നിന്ന് മുഖ്യമന്ത്രിക്ക് പുറമെ അനൂപ് ജേക്കബ്, റോജി എം ജോൺ, വി.ഇ. അബ്ദുൾ ഗഫൂർ എന്നിവരും മന്ത്രിസഭയിലുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ കോതമംഗലത്ത് നിന്നുള്ള നിരവധി നേതാക്കൾ പങ്കെടുത്തു. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പ്രഥമ മന്ത്രിസഭാ യോഗവും ഉണ്ടായിരുന്നു. UDF പ്രഖ്യാപിച്ചിരുന്ന KSRTCയിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ജൂൺ 15 മുതൽ നടപ്പാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ആശാ വർക്കർമാർ ഉൾപ്പെടെ വിവിധ വിഭാഗക്കാരുടെ ഹോണറേറിയം വർദ്ധിപ്പിക്കും. വ്യാഴാഴ്ച നിയമസഭാ സമ്മേളനം ആരംഭിക്കും. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ സത്യപ്രതിജ്ഞയോടെയാണ് സമ്മേളനം തുടങ്ങുന്നത്. GTV ന്യൂസ്, കോതമംഗലം.